2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കിട്ടുന്നതും ഭവാൻ. ഭക്തിപ്രസ്ഥാനത്തിലെ മറ്റൊരാള് പൂന്താനം. പൂന്താനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഭക്തിയെയും അതുപോലെ തന്നെ മാനവികതയെയും ലാളിത്യത്തെയും എല്ലാം ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലും വരികളിലും എല്ലാം പ്രകടമാകുന്നത് അഹങ്കാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അഹങ്കാരത്തിന്റെ ഒരു അപകടത്തിനെ കുറിച്ചും അതുപോലെ ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പ്രാധാന്യവും ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജ്ഞാനപ്പാനയിൽ പറയുന്നത് പോലെ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കിട്ടുന്നതും ഭവാൻ. അപ്പൊ ഇത് ഇന്നത്തെ കാലത്തും വളരെയധികം പ്രസക്തമല്ലേ? കാരണം നമ്മളൊക്കെ നൈമിഷികമായ സുഖത്തിൽപ്പെട്ട് സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് കാശുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത് നിമിഷങ്ങൾ മതി അത് നഷ്ടപ്പെട്ടു പോകാൻ. നമുക്കുള്ള സമ്പത്താകട്ടെ, സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, അറിവ് പോലും, കാരണം അൽഷിമേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അറിവ് പോലും നഷ്ടപ്പെട്ടു പോകും, ഓർമ്മ പോലും നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഒന്നിനും സ്ഥൈര്യതയില്ല അല്ലെങ്കിൽ സ്ഥിരതയില്ല എന്നുള്ള ഒരു കാര്യത്തെ വളരെ വ്യക്തമായി അന്നത്തെ കാലത്ത് തന്നെ വരച്ചു കാണിച്ചിട്ടുണ്ട് പൂന്താനം.